കുറച്ച് നാൾ കൊണ്ടുള്ള ആഗ്രഹമായിരുന്നു തിരുവണ്ണാമലയിലൊന്ന് പോകണമെന്നുള്ളത്. ആ ആഗ്രഹത്തെ സാധിക്കാൻ പോവുകയാണ്. അമ്പലത്തിൻ്റെ അവിടെ വരെ കാറ് പോകത്തില്ല. കാർ പാർക്കിംഗ് ഏരിയയിൽ കാർ ഇട്ടിട്ട് 200 രൂപ 1 കിലോമീറ്റർ പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് ഓട്ടോയിൽ പൈസ കൊടുത്ത് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആവശ്യം നമ്മുടേതായതുകൊണ്ട് എത്ര രൂപയായാലും കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ 200 രൂപയും കൊടുത്ത് നേരെ തിരുവണ്ണാമലയിലേക്ക് പോവുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ടാവുമെന്ന് കരുതി. പക്ഷേ നമ്മുടെ ഭാഗ്യം എന്ന് പറയട്ടെ, അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് കയറി തൊഴുത് വരാനായിട്ട് പറ്റി. തിരുവണ്ണാമലയെന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം കരുതി എന്താണെന്ന് അറിയോ, മലയ്ക്ക് മുകളിലിരിക്കുന്ന ഭഗവാനാണ്. ഇവിടെ ശിവൻ്റെ പ്രതിഷ്ഠയാണ്, മുരുകൻ്റെ പ്രതിഷ്ഠയെന്നാണ് ഞാനും കരുതിയത് കേട്ടോ. പക്ഷെ പിന്നീട് മനസ്സിലായി ശിവൻ്റെ പ്രതിഷ്ഠയാണ്. ശിവനും ദേവിയെ കൊണ്ട് നല്ല വലിയൊരു അമ്പലം കേട്ടോ. പിന്നെ തമിഴ്നാട്ടിൽ വന്നാൽ ഓൾമോസ്റ്റ് എല്ലാ അമ്പലങ്ങളും കാണുമ്പോൾ ഒരുപോലെ തന്നെ ഇരിക്കും. ഇത് പറയാനുണ്ടായ കാരണം വേറൊന്നുമല്ല, ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാട്ടോ വരുന്നത്. പക്ഷേ ഈ അമ്പലത്തിനുള്ളിൽ കയറിയപ്പോഴേക്കും ഞാൻ മുന്നേ എപ്പോഴോ വന്നിട്ടുള്ള പോലെ, എവിടെയോ കണ്ടു മറന്നൊരു അമ്പലം പോലെ. അപ്പം ഒന്ന് ചിന്തിച്ചപ്പോഴേക്കും നമ്മൾ കാളഹസ്തി പോയപ്പോഴും രാമേശ്വരം പോയപ്പോഴും മധുര മീനാക്ഷി അമ്മൻ കോവിലിൽ പോയപ്പോഴും ഒക്കെ കണ്ട അതേ ഒരു ഫീല് തന്നെയാണ് ഈ അമ്പലത്തിലും കണ്ടത് കേട്ടോ. അതുകൊണ്ട് തോന്നിയതാവാം എല്ലാ അമ്പലങ്ങളും ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളത്. നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഓരോ അമ്പലം ഓരോ രീതിയിലല്ലേ, എപ്പോഴും മനസ്സിൽ വേറെ വേറെ ഓർമ്മകളാണ് ഓരോ അമ്പലങ്ങളും കാണുമ്പോൾ. പക്ഷേ ഇവിടെ തമിഴ്നാട്ടിലൊരു അമ്പലം എന്ന് പറയുമ്പോൾ, ശിവൻ്റെ ഒരു അമ്പലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. എന്തായാലും ഭഗവാനെ നല്ല രീതിയിൽ കണ്ടിറങ്ങാൻ പറ്റി.